ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഗാർഡനിലെ അക്വേറിയമാണ്. നമ്മൾ കുറേ മീനുകൾ വിറ്റു ഇതിന്ന്. അപ്പോൾ കുറച്ച് മീനുകളുള്ളൂ. നമുക്ക് മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, ഇതിനകത്ത് നമ്മൾ ഒറിജിനൽ ആപ്പിൾ സ്നെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 എണ്ണത്തിനാണ് നമ്മൾ ഇറക്കിയത്. 2 എണ്ണം ചത്തുപോയി. പിന്നെ ഇപ്പോൾ 2 എണ്ണം ഉണ്ട്, ഇരിക്കുന്നതാണ്. അവർ അത്യാവശ്യം നല്ല മച്ചിങ്ങിനേക്കാളും വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിനകത്ത് ആപ്പിൾ സ്നെയിൽ. ഇന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 2 മുട്ട ഇട്ട് വെച്ചേക്കുന്നുണ്ട്. ആപ്പിൾ സ്നെയിലിൻ്റെ മുട്ടയ്ക്ക് ഒരു പ്രത്യേക കളറാണ്. അത് നിങ്ങൾ കണ്ടാലറിയാം, നല്ല പിങ്ക് കളറുള്ള മുട്ടയാണ്. അതായത് ആ മൂലയ്ക്ക് മുകളിലാണ് ഏറ്റവും വന്ന് മുട്ടയിടുക. അപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ടുള്ളൊരു ടാങ്കാണെങ്കിലാണ് ഏറ്റവും നല്ലത്. പിന്നെ അങ്ങനെ ഹ്യൂമിഡായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി വരാനും എളുപ്പമാണ്. ഞാൻ നിങ്ങളെ തുറന്നിട്ട് കാണിക്കാം. ഞാൻ എടുക്കട്ടെ. അങ്ങനെ വെള്ളത്തിൽ ഫോൺ വീഴാൻ പാടില്ല. കണ്ടോ, അതാണ് ആപ്പിൾ സ്നെയിലിൻ്റെ മുട്ട. നല്ല പിങ്കിഷ് റെഡിഷ് കളറായിട്ട് ഇരിക്കുന്നതാണ് മുട്ട. അപ്പോൾ നമുക്ക് 2 എണ്ണം എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്കറിയില്ല ബാക്കി ഇടുവോ, ഈ സൈഡിലൊന്നും കാണാനില്ല. അപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത ബാച്ച് മുട്ടയിടുക എന്നുള്ളതാണ് നമ്മളൊരു വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ 2 എണ്ണത്തിൽ നിന്ന് എന്തായാലും കുറച്ച് എക്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് നാച്ചുറലായിട്ട് അത് വിരിഞ്ഞിറങ്ങി താനെ ഈ ടാങ്കിലേക്ക് വന്നോളും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട, കാരണം അത് നല്ല ഹ്യൂമിഡായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് വിരിഞ്ഞിറങ്ങാനുള്ള ഈർപ്പം നിൽക്കണം. പിന്നെ നല്ലൊരു ടെമ്പറേച്ചറും കൂടി ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യും. ഇതിനകത്ത് ഓൾറെഡി 100 വാട്ട്സിൻ്റെ ഒരു വലിയ ഹീറ്ററുണ്ട്. 100 ലിറ്ററിൻ്റെ ടാങ്കാണ്, വലിയ ടാങ്കാണിത്. പിന്നെ ഗപ്പീസ് ഉണ്ട്. എന്തായാലും ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വളരുന്ന കാരണം ഗപ്പീസ് അധികം തിന്നില്ല എന്ന് വിചാരിക്കാം. എന്തായാലും നാച്ചുറലായിട്ട് തന്നെ വളർന്നു വരട്ടെ എന്നാണ് നമ്മൾ ആദ്യത്തെ ബാച്ചിന് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് എന്തായാലും വിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അത് കുറച്ച് പ്ലിക്കോസ് ഉണ്ട്, നമ്മുടെ റാംസോൺ സ്നെയിലുണ്ട്. നമുക്ക് ഈ ആഴ്ചയിൽ കുറേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു റാംസോൺ സ്നെയിലിൻ്റെ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത അപ്ഡേറ്റ് നമ്മൾ വേഗം കാണിച്ചു തരാം.